ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. വാക്കുകൾക്ക് അതീതമായ അനുഭവമാണ് വന്ദേ മാതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെ 4 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നാളെ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതു ഇടങ്ങളിൽ നിന്നും തെരുവുനായയെ നീക്കുന്നതിന് കർശന നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി. ബീഹാറിൽ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. ഊർജ്ജത്തിന്റെയും ദൃഢനിശ്ചയത്തിന്റെയും മന്ത്രമായ വന്ദേ മാതരം ജനങ്ങൾക്ക് ആത്മവിശ്വാസവും ധൈര്യവും പകർന്നു നൽകുന്നതായി ന്യൂഡൽഹിയിൽ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഭാരതമാതാവിനോടുള്ള ആരാധനയും ആദരവും സ്ഫുരിക്കുന്ന വന്ദേ മാതരം വാക്കുകൾക്ക് അതീതമായ അനുഭവമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. वंदे 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 मातरम एक शब्द, एक मंत्र है, एक ऊर्जा है, एक स्वप्न है, एक संकल्प है. मैं देश के लक्षावधि महापुरुषों को, मां भारती के संतानों को वंदे मातरम इस मंत्र के लिए जीवन खपाने के लिए आज श्रद्धापूर्वक नमन करता हूं और देशवासियों को इस अवसर पर बहुत बहुत बधाई देता हूं. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സ്മരണിക സ്റ്റാമ്പും നാണയവും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു. വന്ദേ മാതരം 150.in പോർട്ടലിനും അദ്ദേഹം ചടങ്ങിൽ തുടക്കം കുറിച്ചു. ജനങ്ങൾക്ക് വന്ദേ മാതരം ആലപിക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്ത് സാക്ഷ്യപത്രം നേടാൻ ഈ പോർട്ടലിലൂടെ സാധിക്കും. വന്ദേ മാതരം ഗാനം എന്നതിലുപരി ദേശീയതയുടെ ആവിഷ്കാരമാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് പറഞ്ഞു. രാജ്യമെമ്പാടും നടന്ന ആഘോഷ പരിപാടികളിൽ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുമുള്ള നിരവധി പേർ വന്ദേ മാതരം ആലപിച്ചു. വന്ദേ മാതരം, വന്ദേ മാതരം, സുജലാം സുഫലാം മലയജ ശീതലാം സസ്യശ്യാമലാം മാതരം, വന്ദേ മാതരം. വിഖ്യാത ബംഗാളി കവിയും നോവലിസ്റ്റുമായ ബങ്കിം ചന്ദ്ര ചാറ്റർജി 1875 നവംബർ 7-നാണ് വന്ദേ മാതരം രചിച്ചത്. ആനന്ദമഠം എന്ന നോവലിലാണ് ഗീതം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. മാതൃരാജ്യത്തെ ശക്തിയുടെയും സമൃദ്ധിയുടെയും ദൈവികതയുടെയും പ്രതീകമായി ചിത്രീകരിക്കുന്ന വന്ദേ മാതരം ഇന്ത്യയുടെ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും അടയാളമായി മാറുകയായിരുന്നു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ അടിച്ചമർത്തലുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന ജനങ്ങൾക്ക് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവശബ്ദം പകർന്നു നൽകാൻ വന്ദേ മാതരത്തിന് സാധിച്ചു. സംസ്കൃതത്തിൽ രചിച്ച ഈ ഗീതം 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി ആലപിച്ചത്. 1950 ജനുവരി 24-ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ വന്ദേ മാതരം ദേശീയ ഗീതമായി അംഗീകരിച്ചു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികാഘോഷവേളയിൽ ആദരം അർപ്പിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഭാരതമാതാവിനോടുള്ള ആദരവിന്റെയും വൈകാരിക ഐക്യദാർഢ്യത്തിന്റെയും പ്രതീകമായാണ് വന്ദേ മാതരം എന്ന അനശ്വര ഗാനം നിലകൊള്ളുന്നതെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ദേശീയതയുടെ നവോർജ്ജം പകർന്ന് തലമുറകളെ പ്രചോദിപ്പിക്കുന്ന ഗീതമാണ് വന്ദേ മാതരം എന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തും വിപുലമായ പരിപാടികളോടെ വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷിക ആഘോഷങ്ങൾ നടന്നു. പൊതുസ്ഥലങ്ങളിലും സ്കൂളുകളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും ഇതിന്റെ ഭാഗമായി വന്ദേ മാതരം ആലപിച്ചു. ലക്ഷദ്വീപിലും വന്ദേ മാതരത്തിന്റെ 150-ാം വാർഷികത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടികൾ ഇന്ന് നടന്നു.
പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വൈകുന്നേരം വാരാണസിയിലെത്തും. 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് അദ്ദേഹം നാളെ നിർവഹിക്കും. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെയുള്ള സർവീസുകൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. എറണാകുളത്ത് നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രാസമയം 2 മണിക്കൂറിലേറെ ലാഭിക്കാൻ വന്ദേ ഭാരതിലൂടെ സാധിക്കും. രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിൽ തെരുവുനായ്ക്കൾ പ്രവേശിക്കാതിരിക്കാൻ കർശന നടപടി സ്വീകരിക്കണമെന്ന് സുപ്രീംകോടതി. തെരുവുനായ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് പരിഗണിക്കുകയായിരുന്നു കോടതി. ഇത്തരം ഇടങ്ങളിൽ നിന്നും തെരുവുനായ്ക്കളെ മാറ്റുന്നതിനുള്ള ഉത്തരവാദിത്തം തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെന്നും കോടതി വ്യക്തമാക്കി. പിടികൂടുന്ന തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ച് ഷെൽട്ടർ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണം. പിടികൂടിയ സ്ഥലത്ത് തന്നെ അവയെ വീണ്ടും തുറന്നു വിടരുതെന്നും പരമോന്നത കോടതി ഉത്തരവിട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുവൈറ്റ് സന്ദർശനം തുടരുന്നു. കുവൈറ്റ് മൻസുരായിലെ അൽ അറബി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇന്ന് പ്രവാസി മലയാളികളെ അദ്ദേഹം അഭിസംബോധന ചെയ്യും. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ഇന്നലെ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവിധ മേഖലകളിലെ നിക്ഷേപ സാധ്യതകൾ വിലയിരുത്തുന്നതിനായി പ്രത്യേക പ്രതിനിധി സംഘം കേരളം സന്ദർശിക്കുമെന്ന് കുവൈറ്റ് ഉപപ്രധാനമന്ത്രി മുഖ്യമന്ത്രിയെ അറിയിച്ചു. സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ഇതുവരെ ഏകദേശം 19,37,431 പേർക്ക് എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ വേഗത വർദ്ധിപ്പിക്കുന്നതിന് രാത്രിയിലും BLOമാർ വീട്ടിലെത്തുന്ന വിധത്തിൽ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിച്ചതായും അദ്ദേഹം അറിയിച്ചു. ബീഹാറിൽ ഇന്നലെ നടന്ന 1ാംഘട്ട നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 64.66% പോളിംഗ് രേഖപ്പെടുത്തിയതായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത്. 2ാം ഘട്ട തിരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി തുടരുകയാണ്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന BJP നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഔറംഗാബാദിലും ബാബുവിലും തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. ഈ മാസം 11-നാണ് 2ാം ഘട്ട വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷ പരിപാടികൾ. 550 ജില്ലകളിലായി 1400-ലധികം ഹോക്കി മത്സരങ്ങളാണ് ഇന്ന് സംഘടിപ്പിച്ചിരിക്കുന്നത്. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഹോക്കി ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ, മന്ത്രിമാരായ കിരൺ റിജിജു, രക്ഷ നിഖിൽ ഹഡ്സെ, ഹോക്കി ഇന്ത്യ പ്രസിഡന്റ് ദിലീപ് ടിർക്കി തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ രാവിലെ നടന്ന സ്പോർട്സ് മിനിസ്റ്റേഴ്സ് 11-ഉം ഹോക്കി ഇന്ത്യ 11-ഉം തമ്മിലുള്ള പ്രദർശന മത്സരത്തിൽ സ്പോർട്സ് മിനിസ്റ്റേഴ്സ് 11 3-1 വിജയിച്ചു. ഇന്ത്യൻ ഹോക്കി ഇതിഹാസങ്ങളെ ആദരിക്കുന്നതിന് പുറമെ ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടക്കും. ഗോവയിൽ നടക്കുന്ന ഫിഡെ ചെസ് ലോകകപ്പ് 2025 3ാം റൌണ്ടിലേക്ക് ഇടം നേടുന്നതിനായി ഇന്ന് നടക്കുന്ന ടൈ ബ്രേക്കറുകളിൽ 8 ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. പ്രജ്ഞാനന്ദ, വിദിത് ഗുജറാത്തി, നിഖിൽ സരിൻ ഉൾപ്പെടെയുള്ളവരാണ് ഇന്ന് മത്സരത്തിനിറങ്ങുന്നത്. D ഗുകേഷ്, അർജുൻ എർഗേസി, P ഹരികൃഷ്ണ, ദീപ്തായൻ ഘോഷ്, കാർത്തിക് വെങ്കിട്ടരാമൻ എന്നിവർ ഇന്ന് ഇതിനകം തന്നെ 3ാം റൌണ്ടിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. 56ാമത് ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മാധ്യമ അക്രഡിറ്റേഷനുള്ള അവസാന തീയതി ഈ മാസം 10 വരെ നീട്ടി. പനാജിയിൽ ഈ മാസം 20 മുതൽ 28 വരെയാണ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ന് ദേശീയ ക്യാൻസർ അവബോധ ദിനം. അർബുദത്തെക്കുറിച്ചുള്ള പൊതു അവബോധം വളർത്തുക, തുടക്കത്തിൽ തന്നെ രോഗനിർണയം ഉറപ്പുവരുത്തുക എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ക്യാൻസർ ചികിത്സയിൽ കാര്യമായ പുരോഗതിക്ക് വഴി തുറന്ന നൊബേൽ പുരസ്കാര ജേതാവ് മാരി ക്യൂറിയുടെ ജന്മവാർഷിക ദിനം കൂടിയാണ് ഇന്ന്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 140 പോയിന്റ് താഴ്ന്ന് 83,170-ലും നിഫ്റ്റി 28 പോയിന്റ് കുറഞ്ഞ് 25,470-ലും വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികത്തോടനുബന്ധിച്ച് 1 വർഷം നീളുന്ന ആഘോഷ പരിപാടികൾക്ക് രാജ്യത്ത് തുടക്കമായി. വാക്കുകൾക്ക് അതീതമായ അനുഭവമാണ് വന്ദേ മാതരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എറണാകുളം, ബംഗളൂരു ഉൾപ്പെടെ 4 വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമന്ത്രി നാളെ വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്യും. പൊതു ഇടങ്ങളിൽ നിന്നും തെരുവുനായയെ നീക്കുന്നതിന് കർശന നടപടികൾക്ക് നിർദ്ദേശം നൽകി സുപ്രീംകോടതി.
ബീഹാറിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമാക്കി രാഷ്ട്രീയ പാർട്ടികൾ. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും വിപുലമായ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.